വിഷയം സംവരണവും സെൻസസും ആണ് വിഷയം. അപ്പോൾ അതിൽ ഞാൻ ഈ 20 മിനിറ്റിൽ 3 കാര്യത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ നമ്മൾ സെൻസസിന് വേണ്ടി ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്നെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, കുറച്ചൊക്കെ നീങ്ങുന്നുണ്ട്, പക്ഷെ അത് നീക്കേണ്ട വളരെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ പ്രാതിനിധ്യ ജനാധിപത്യം, പ്രാതിനിധ്യം എന്താണ്, എന്തുകൊണ്ടാണ്, ആരെയാണ് പ്രാതിനിധ്യം ചെയ്യുന്നതെന്നുള്ള 2-3 മെയിൻ പോയിന്റ്സ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ സെൻസസ് ചോദിക്കുന്നത്? പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. പ്രാതിനിധ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളൊരു രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഇതിൻ്റെ ഒരു ലാർജർ പശ്ചാത്തലം എന്താണ്, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വലിയൊരു ഇഷ്യൂ, പെട്ടെന്നല്ല കുറേ വർഷങ്ങളായി ഇത് വലിയൊരു ഇഷ്യൂ ആയി നിലനിൽക്കുന്നത്, അതിനെക്കുറിച്ചുള്ള 1-2 പോയിന്റ് കൂടെ പറയുക. ഈ 3 പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തെറ്റിദ്ധാരണ നീറ്റ്, അത് കഴിഞ്ഞിട്ട് ചോദ്യോത്തരം, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ, പലരും വിചാരിക്കുന്നത്, പലരുടെയും ധാരണ, ഇന്ന് ഇന്ത്യയിൽ ജാതികളെ ജനസംഖ്യ എടുക്കുന്നില്ല. അത് എടുത്താൽ, ജാതികളുടെ ജനസംഖ്യ എടുത്താൽ ഇന്ന് മതങ്ങളുടെ മാത്രമേ ജനസംഖ്യ എടുക്കുന്നുള്ളൂ. പിന്നെ SC and ST ജാതികളുടെ ജനസംഖ്യ എടുത്താൽ ഇവിടെ വലിയൊരു സാമൂഹിക വിഭജനമുണ്ടാകും, വലിയ സംഘർഷമുണ്ടാകും എന്നുള്ള അവരുടെ ജനസംഖ്യ എടുത്താൽ. പക്ഷെ സത്യം എന്താണ്? നമ്മൾ ജാതികളുടെയും സമുദായങ്ങളുടെയും ജനസംഖ്യ ആക്ച്വലി 1947 മുതൽ 51 സെൻസസ് കഴിഞ്ഞിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. സെൻസസിലൂടെ അല്ല എടുക്കുന്നത്, പക്ഷേ സർക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്ത് വിഭജനം ഉണ്ടായിട്ടുണ്ട്? അതിലധികം വിഭജനം ഉണ്ടാകാൻ ഇതിൽ സെൻസസിൽ ഉൾപ്പെടുത്തുന്നതിലുള്ള ഒരു പരിണാമമായിട്ട് വരുമെന്നുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം 1 മിനിറ്റ് ഈ 1951 സെൻസസ് കഴിഞ്ഞിട്ട് 54-ൽ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തു, എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ബൈ കാസ്റ്റ്. 1951 സെൻസസിലെ കാസ്റ്റ് ഡേറ്റയെ കുറിച്ച് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തു. അതിൽ 1-2 വരി ഞാൻ വായിച്ചു തരാം. ആദ്യം പറയുന്നത്, ഇൻ പെർസുവൻസ് ഓഫ് ഗവൺമെൻറ് പോളിസി there was limited enumeration and tabulation of castes in the 1951 census. അതായത് വാസ്തവത്തിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ സബ് കമ്മ്യൂണിറ്റീസിനെ എന്യൂമറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവർ പറയുന്നത് ലിമിറ്റഡ് എന്യൂമറേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് കാസ്റ്റ് ഇൻ 1951 സെൻസസ്. അല്ലാതെ ബാക്കിയുള്ള സോ കോൾഡ് ഹിന്ദു പോപ്പുലേഷൻ ആൻഡ് ബാക്കി റിലീജിയസ് പോപ്പുലേഷൻ്റെ സബ് ഗ്രൂപ്പ്സിനെ സെൻസസ് 1951 സെൻസസിലും അത് കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. 1951 മുമ്പ് നടന്ന 8 ബ്രിട്ടീഷ് സെൻസസിലും 1941 സെൻസസ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു, 8ാമത്തെ സെൻസസ്. പക്ഷേ അതിന് മുമ്പുള്ള അതിൻ്റെ ഡേറ്റയും പബ്ലിഷ് ചെയ്തില്ല. പക്ഷേ അതിന് മുമ്പുള്ള 7 സെൻസസിലും ഈ ഡീറ്റെയിൽഡ് എന്യൂമറേഷൻ ഓഫ് ഓൾ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് നടത്തി, അത് ഉണ്ടായിരുന്നു. ആ മാറ്റം വരുത്തിയത് 1951 സെൻസസിലാണ്. അതാണ് ഇവർ പറയുന്നത്, ഗവൺമെൻറ് പോളിസി വാസ് ബ്രോട്ട് ദാറ്റ് there was limited enumeration and tabulation of castes in 1951. അത് തുടരുകയാണ്. Even in the case of scheduled caste, scheduled tribes and backward classes, the figures of each caste were not separately extracted. Only group totals were ascertained. അപ്പോൾ ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് വേറൊരു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല. ബേസിക്കലി SC/STയുടെ കേസിലും സെപ്പറേറ്റ് കാസ്റ്റിൻ്റെ നമ്പർ ജനസംഖ്യ കണക്കൂട്ടിയില്ല, ഗ്രൂപ്പ് ടോട്ടൽസ് മാത്രമേ അസർട്ടൈൻ ചെയ്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ റിക്വയർ ദ ഫിഗേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ കാസ്റ്റ്. അന്ന് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ ആക്ച്വലി ഉണ്ടായില്ല. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ വേണമെന്ന് ആർട്ടിക്കിൾ 340 ഒരു പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി ഈച്ച് ഇൻഡിവിജ്വൽ കാസ്റ്റിൻ്റെ ഫിഗറിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, in order to assess them, an estimate of population വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, estimate of population of each caste
as of 1951 has been made on the basis of figures of previous censuses. അപ്പോൾ പ്രീവിയസ് സെൻസസിൻ്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആ പ്രീവിയസ് സെൻസസ് എടുത്തിട്ട് പാരഗ്രാഫ് 3 പറയുന്നു, this has been determined by applying the percentage increase of the general population of the state to the latest available census figures of each caste. ഇത് ട്രാവൻകൂറിൻ്റെ ആണ്. അപ്പോൾ ഇത് അവരെന്ത് ചെയ്തു? ഈ 1951 മുതൽ ട്രാവൻകൂർ കൊച്ചിൻ്റെ ആണ്. അവരെന്ത് ചെയ്തു? ഈ ലാസ്റ്റ് അവൈലബിൾ സെൻസസ് 1931 ആണ്. ആ 31 സെൻസസിന് എടുത്തിട്ട് ഈ ജനറൽ പോപ്പുലേഷൻ്റെ ആവറേജ് പോപ്പുലേഷൻ ഇൻക്രീസ് എടുത്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് എല്ലാ കാസ്റ്റിൻ്റെയും ഈ റിലിജൻ അല്ലാത്ത ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അല്ലാത്ത എല്ലാ കമ്മ്യൂണിറ്റിയുടെയും പോപ്പുലേഷൻ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഒരു ജനറൽ എടുക്കുമ്പോൾ ഈ നമ്മൾ സാധാരണ പോപ്പുലേഷൻ ഇൻക്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ഗ്രൂപ്പ്സിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ഇസ് ഓൾവേസ് ഹയർ than the population increase of more prosperous groups. അപ്പോൾ പാവപ്പെട്ട അപ്പോൾ ഈ ആവറേജ് വിൽ ഓൾവേസ് ബി നാച്ചുറലി ലെസ് ദാൻ ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻക്രീസ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് പുവർ കമ്മ്യൂണിറ്റീസിൻ്റെയാണ്. ദാറ്റ് വിൽ ബി റെഡ്യൂസ് ബൈ ദ ലോ പോപ്പുലേഷൻ റേറ്റ് ഓഫ് ദ ഡോമിനൻറ്റ് റിച്ച് കമ്മ്യൂണിറ്റീസ്. അത് കുറയ്ക്കും. അപ്പോൾ ആ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഈ പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിൻ്റെ നമ്പർ കുറയും. എന്ന് വെച്ചാൽ അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ഇപ്പം ഇതുവരെ ബ്രിട്ടീഷുകാർ എടുത്തുകൊണ്ടിരുന്നതും ഇന്ന് മൈനോറിറ്റീസിൻ്റെയും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെയും ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100% തലയെണ്ണലിൽ കൂടെയാണ്. അപ്പോൾ അതിന് പകരം ഈ എസ്റ്റിമേറ്റ് എടുക്കുന്നു. ആ എസ്റ്റിമേറ്റ് എന്താണ്? 1931 പോപ്പുലേഷൻ എടുത്തിട്ട് ആ പോപ്പുലേഷനെ ഈ ആവറേജ് ഇൻക്രീസ് അപ്ലൈ ചെയ്തിട്ട് ഒരു പോപ്പുലേഷൻ കിട്ടുന്നു. അത് വരുമ്പോൾ എന്ത് പറ്റും? ഈ ഡോമിനന്റ് കമ്മ്യൂണിറ്റീസിൻ്റെയും സെൻസസ് എടുക്കുന്നില്ല. അപ്പോൾ ഡോമിനന്റ് കമ്മ്യൂണിറ്റീസിന് അവരുടെ ചെറിയ പോപ്പുലേഷൻ ഇൻക്രീസിനേക്കാളും കൂടുതൽ പോപ്പുലേഷൻ ഇൻക്രീസ് കിട്ടും. എന്ന് വെച്ചാൽ the average is higher than that of the dominant communities and lower than that of the poor communities. അപ്പോൾ poor communitiesന്റെ population increase rate കുറയ്ക്കുകയും ഈ റിച്ച് കമ്മ്യൂണിറ്റീസിൻ്റെ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് റേറ്റ് കൂടുകയും ചെയ്യാണ് ഈ മെത്തഡോളജിയിലൂടെ. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ സെൻസസ് സർവേസ് നടത്തുന്നു, സാമ്പിൾ സർവേസ് നടത്തുന്നു. സാമ്പിൾ സർവേസ് എന്ന് വെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ള മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടെ ഒരു സാമ്പിൾ നടത്തുന്നു. എത്ര ഹിന്ദുക്കളുണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന്? ഐ ഗെറ്റ് എ വെരി ലോ നമ്പർ ഓഫ് ഹിന്ദുസ് ആൻഡ് വെരി ഹൈ നമ്പർ ഓഫ് മുസ്ലിംസ്. ഞാൻ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയിട്ട് ഒരു സാമ്പിൾ സർവേ നടത്തിയാൽ ട്രിവാൻഡ്രം വിൽ ബി ഷോൺ ടു ഹാവ് വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് ഹിന്ദുസ് ആൻഡ് വെരി ഫ്യൂ ക്രിസ്ത്യൻസ് ഓർ മുസ്ലിംസ്. അപ്പോൾ അങ്ങനെ ഈ സാമ്പിൾ സർവേ വളരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒക്കും. അപ്പോൾ രണ്ട് വിധത്തിൽ ഈ വളരെ ന്യൂമറസ് ആയിട്ടുള്ള പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിൻ്റെ പോപ്പുലേഷൻ ഫിഗേഴ്സ് കുറയ്ക്കാനും ബാക്കിയുള്ളവരുടെ കൂട്ടാനും വേണ്ട ഒരു മെത്തഡോളജിയാണ് 1951 മുതൽ ഇന്ന് വരെ ഈ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ എല്ലാ സമുദായങ്ങളുടെയും പോപ്പുലേഷൻ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ പാവപ്പെട്ട ആൾക്കാരുടെ കമ്മ്യൂണിറ്റീസിനെ നമ്പർ കുറയ്ക്കാനും പവർഫുൾ കമ്മ്യൂണിറ്റീസിൻ്റെ നമ്പർ കൂട്ടാനും വേണ്ടിയുള്ള മെത്തഡോളജിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ആ മെത്തഡോളജി? ഒന്ന്, ഈ ആവറേജ് സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ 1931 പോപ്പുലേഷൻ ഫിഗറിൽ അപ്ലൈ ചെയ്യുക. അത് ചെയ്യുമ്പോൾ അതിനേക്കാളും ആവറേജിനേക്കാളും കൂടുതലുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് കുറയും. അതിനേക്കാളും കുറവുള്ള ഡോമിനന്റ് പോപ്പുലേഷൻ ഇൻക്രീസ് കൂടും. പിന്നെ അതിനെ സാമ്പിൾ സർവേയിലൂടെ ഫോർട്ടിഫൈ ചെയ്യുക. അപ്പം നമ്മുടെ ഡിമാൻഡ് എന്താണ്? ഇത് നിർത്തണം. ഈ വ്യാജ ജനസംഖ്യ കണക്കെടുക്കൽ നിർത്തണം. എല്ലാവരെയും ഒരേ മെത്തഡോളജിയിൽ കൂടെ എല്ലാ ഗ്രൂപ്പിൻ്റെയും ജനസംഖ്യ ഒരു മെത്തഡോളജിയിൽ കൂടെ എടുക്കണം. ആ മെത്തഡോളജിയാണ് 100% തലയെണ്ണൽ. അതും ഈ ലോകത്തെല്ലായിടത്തും ഒരു പോപ്പുലേഷൻ ഫിഗർ എടുക്കാൻ 100% ഹെഡ് കൗണ്ട്, 100% തലയെണ്ണൽ മാത്രമാണ് ഒരു അക്സെപ്റ്റഡ് മെത്തേഡ്. ഒരു സാമ്പിൾ സർവേയിൽ കൂടെ എടുക്കാൻ പാടില്ല. ആ സാമ്പിൾ സർവേയിലൂടെ അല്ലെങ്കിൽ ഈ ജനറൽ പോപ്പുലേഷൻ ഫിഗറിലൂടെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ പാവപ്പെട്ട ആൾക്കാരുടെ പോപ്പുലേഷനെ കുറയ്ക്കുകയും
ഈ പവർഫുൾ പോപ്പുലേഷൻ്റെ കമ്മ്യൂണിറ്റീസിൻ്റെ പോപ്പുലേഷൻ കൂട്ടുകയും ചെയ്യും. ഇതാണ് പ്രശ്നം. അപ്പം നമ്മുടെ ഡിമാൻഡ് എന്താണ്? സെൻസസ് നടത്തണം എന്നല്ല, ഈ സെൻസസ് മെത്തേഡ് ഉപയോഗിക്കണം. നിങ്ങളിപ്പോൾ വ്യാജമായി ഇപ്പോൾ ഈഴവ പോപ്പുലേഷൻ എടുക്കുക, ആർക്കും അറിയില്ല 1931 കഴിഞ്ഞിട്ട് എത്ര ഈഴവരുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈഴവരുടെ പെർസെൻറ്റേജ് 1931-ലും 21-ലും ഈ മലബാർ, ട്രാവൻകോർ, കൊച്ചിൻ മലബാറും ട്രാവൻകോറും കൊച്ചിനും കൂടെ എടുത്താൽ അത് 21% ആയിരുന്നു. ഇന്നും പറയുന്ന 21% എന്നാണ്. 100 വർഷം കഴിഞ്ഞിട്ടും ഈ 21% മാറാതെ എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് ചെയ്യുന്നത് എന്തുകൊണ്ട്? ഈ ആവറേജ് ഇൻക്രീസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും 21% ആയിരിക്കും. ആവറേജ് ഇൻക്രീസ് അല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ വ്യാജമായിട്ടുള്ള ഒരു കണക്കെടുക്കൽ നിർത്തണം. 93 വർഷങ്ങളായി ഈ പാവപ്പെട്ട കമ്മ്യൂണിറ്റീസിൻ്റെ കണക്ക് എടുത്തിട്ടില്ല. അവർ ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചിട്ടുണ്ടോ, അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, ഹെൽത്ത് എന്താണ്, അവരുടെ കണ്ടീഷൻ എന്താണ് ആർക്കും അറിയില്ല. എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് ആർക്കും അറിയില്ല. അതറിയണം. ഇതൊരു ഒരു 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 ഫ്രം എ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്രിമിനൽ ലാപ്സ് ആണ്. ഇത് നിർത്തണം. മെത്തഡോളജി മസ്റ്റ് ഷിഫ്റ്റ് ഫ്രം ആവറേജ് പോപ്പുലേഷൻ ഇൻക്രീസ് ആൻഡ് സാമ്പിൾ സർവേ ടു 100% ഹെഡ് കൗണ്ട്. അതിനാണ് സെൻസസ് നടത്തണം എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി പകുതി സമയം കഴിഞ്ഞു, 11 മിനിറ്റായി. വളരെ ബ്രീഫായിട്ട് ഈ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഇത് റെപ്രസെൻറ്റേഷൻ്റെ ഡിമാൻഡ് 1930-ൽ ഡോക്ടർ അംബേദ്കർ ആണ് ആദ്യം മുന്നോട്ട് വെച്ചത്. പ്രാതിനിധ്യ ജനാധിപത്യം വേണം. എന്തുകൊണ്ട്? അദ്ദേഹം വളരെ പച്ചയ്ക്ക് പറഞ്ഞു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ, ഇന്ത്യയെ ഭരിക്കുന്നത് ഒരു ഓളിഗാർക്കിയാണ്. ഇനി ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഈ കാസ്റ്റ് ഓളിഗാർക്കി തന്നെ ആയിരിക്കും. അദ്ദേഹം പറഞ്ഞു ഈ അപ്പർ കാസ്റ്റ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ഹാസ് എ മൊണോപ്പൊളി ഓൺ പബ്ലിക് സർവീസസ് ആൻഡ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ദേ ആർ അബ്യൂസിങ് ദാറ്റ് മൊണോപ്പൊളി ടു ഡിനൈ ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, ടു ദി ഡിപ്രസ് ക്ലാസ്സസ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രതിവിധി? ഈ ഒളിഗാർക്കി ഇല്ലാതാക്കണമെങ്കിൽ, ഈ മൊണോപ്പൊളി ഇല്ലാതാക്കണമെങ്കിൽ വി ഹാവ് ടു ഹാവ് ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ഇൻ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് ഒരു ഓളിഗാർക്കിയാണ്. ഇപ്പോൾ ഇന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ന് വരെ കേരളത്തിൽ 56 മുതൽ ഇന്ന് വരെ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഈ റിസർവേഷനിൽ കൂടെ റിക്രൂട്ട് ചെയ്യാണ് IAS-ലേക്ക്. പക്ഷെ ഒരാൾ പോലും ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. ഒരു മലയാളി മുസ്ലിം പോലും ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. എൻ്റെ അറിവിൽ ലാറ്റിൻ ക്രിസ്ത്യൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അറിവിൽ ആയിട്ടില്ല. ഒരൊറ്റ ഈഴവനാണ് ആയിട്ടുള്ളത് 56 മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഫോർ എ വെരി ബ്രീഫ് പീരിയഡ്. മറ്റ് ഒരു നോൺ ഈഴവ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് എൻ്റെ അറിവിലുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, മിസ്റ്റർ വിജയാനന്ദ് ഫ്രം നാടാർ കമ്മ്യൂണിറ്റി. അതുപോലെ സുപ്രീം കോർട്ടിൽ നോക്കുകയാണെങ്കിൽ 2 ഷെഡ്യൂൾ കാസ്റ്റും 2 മുസ്ലിംസ് ഒഴിച്ചാൽ വേറെ ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിന് റെപ്രസെൻറ്റേഷൻ കേരളത്തിൽ നിന്നുള്ള സുപ്രീം കോടതി ജഡ്ജസിന് ഇല്ല. ഇന്ന് വരെ ഒരൊറ്റ ഈഴവൻ കേരളത്തിൽ നിന്ന് ഒരു ഈഴവൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടില്ല. അങ്ങനെ പോലീസ് ചീഫ്, അങ്ങനെ സമയമില്ല. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രഡിക്ഷൻ വളരെ കറക്റ്റാണ്. ഒരു കമ്മ്യൂണിറ്റിയും ആ കമ്മ്യൂണിറ്റിയുടെ ബ്ലഡ് ഡിസെൻഡൻസ് ആണെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്ന 2 കമ്മ്യൂണിറ്റീസുമാണ് ഈ താക്കോൽ സ്ഥാനങ്ങളെല്ലാം മൊണോപ്പൊളൈസ് ചെയ്യുന്നത്. അതിനെയാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. ഓളിഗാർക്കി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓളിഗാർക്കിയുടെ ഇൻട്രസ്റ്റിൽ മാത്രമേ ഒരു സർക്കാർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രതിവിധിയായിട്ടാണ് ഡോക്ടർ അംബേദ്കർ പറയുന്നത് ഡിപ്രസ് ക്ലാസ്സസിന് റെപ്രസെൻറ്റേഷൻ വേണം. എന്താണ് റെപ്രസെൻറ്റേഷൻ? റെപ്രസെൻറ്റേഷൻ വെച്ചാൽ വളരെ നമ്മളൊരു പടം, ഒരു പെയിൻറ്റിങ് കാണുമ്പോൾ ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൺസെറ്റ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പേഴ്സൺ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ വെച്ച് എന്താണ്? ഒരു ലൈക്നെസ് ആണ്, ഒരു പ്രസൻറ്റേഷൻ ഓഫ് എ ലൈക്നെസ് ആണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിൽ റെപ്രസെൻറ്റേഷൻ അർത്ഥം എന്താണ്? എൻ്റെ റെപ്രസെൻറ്റേഷൻ എനിക്ക് വേണമെന്ന് വെച്ചാൽ എന്താണ്? someone like me must be one of the decision makers over my life. Someone like me who has a likeness to me must be part of the decision making process. എന്നാലേ എൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് പറയുന്നത്. എൻ്റെ റെപ്രസെൻറ്റേഷൻ ആ കോറിഡോർസ് ഓഫ് പവർ,
at the seat of power, at the table of power, I want somebody like me to be present there. അതാണ് പറയുന്നത്. നമ്മുടെ ഇലക്ഷന് ബേസിസ് തന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ്. അപ്പോൾ അതായത് ലെജിസ്ലേച്ചർ ഷുഡ് റെപ്രസെൻറ്റ് പീപ്പിൾ മീൻസ് legislature should consist of members who are like the people, who are similar to the people. Appo representation illade there cannot be democracy, there cannot be good governance, because if there are people who are not like me who are ruling me, then why did I fight for Swaraj? Why did we fight against the British? British are not like me. That is why we said we want Swaraj. Swaraj means people like me must rule. Then we can get the British back. അപ്പോൾ അമേരിക്കൻസ് എന്തുകൊണ്ടാണ് അവരുടെ റെവല്യൂഷൻ ആദ്യം തുടങ്ങിയത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. എന്നെ പോലത്തെ ആൾക്കാർ, പീപ്പിൾ ലൈക്ക് മീ, അൺലെസ് ദേ ആർ മേക്കിംഗ് ഡിസിഷൻസ്, I will not accept the decisions, because they have to take into consideration my interests, my feelings, my sentiments, my values, my concerns. അതാണ് റൂട്ട് ഓഫ് ഡെമോക്രസി. അപ്പോൾ റെപ്രസെൻറ്റേഷൻ മീൻസ് that everyone must feel that they have a seat at the table, voice at the table. It is the first step of democracy. Electoral democracy വേണം, പക്ഷേ തീർച്ചയായിട്ടും വേണം. അത് നമുക്ക് ഉണ്ട്. ഈ ഇലക്ഷനെ കുറിച്ച് നമുക്കറിയില്ല, പക്ഷെ ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത് മാത്രം പോരാ. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം, സോഷ്യൽ ഡെമോക്രസി വേണം, ഇക്കണോമിക് ഡെമോക്രസി വേണം. എന്നാലേ നമ്മൾക്ക് ഒരു ഡെമോക്രസി ആകാൻ ഒക്കുള്ളൂ. ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഇല്ലാതെ വി വിൽ നോട്ട് റീച്ച് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോക്രസി. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എല്ലാ സമുദായങ്ങളെ, ജാതികളല്ല സമുദായങ്ങളെ, സമ ഉദയമുള്ള ഗ്രൂപ്പ്സ്, സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ഇതിൻ്റെ മിറർ ഇമേജ് റെപ്രസെൻറ്റേഷൻ, പീപ്പിൾ ലൈക്ക് ദം മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. അപ്പോൾ അവരാരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, അവരെത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, ആരാണ് നമുക്കറിയാം, എല്ലാ പോപ്പുലേഷൻ്റെ എണ്ണുന്നുണ്ട്, പക്ഷേ അവരെ കറക്റ്റായിട്ട് എണ്ണണം. 100% തലയെണ്ണലിലൂടെ എണ്ണണം. കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് എണ്ണിയാലേ ആക്യുറേറ്റായിട്ട് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ സെക്കൻഡ് പോയിന്റാണ്. ഇനി 3 മിനിറ്റേ ഉള്ളൂ, അത് ഞാൻ 3 മിനിറ്റുള്ളിൽ പറയാം. തേർഡ് പോയിന്റ് ഇസ് ഇതിൻ്റെ ലാർജർ കോണ്ടെക്സ്റ്റ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനലൈസ് ചെയ്താൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 2-3 വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഉണ്ട് ഈ റെപ്രസെൻറ്റേഷനെ കുറിച്ച്. ഒന്ന് ആർട്ടിക്കിൾ 19C. ആർട്ടിക്കിൾ 19C പറയുന്നു ദ റൈറ്റ് ടു ഫ്രീഡം, നമുക്കുള്ള ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ടു ഫോം അസോസിയേഷൻസ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, അതായത് ഫ്രീഡം ടു അസോസിയേറ്റ് വിത്ത് അതർ ഹ്യൂമൻ ബീങ്സ്. അതിന് നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അത് ഇസ് നോട്ട് സബ്ജക്ട് ടു any restriction. That freedom is not, of course, association should not work against the country or the society, but if you don't violate those laws, then you have freedom to associate. Appo namakku any type of associations we can make, social groups we can make, and we are all members of multiple social groups. Aduvale article 29 is very important. Article 29 gives every section of citizens with a distinct language, script or culture the right to protect that. Athayathu linguistic groups, script distinct language or script ulla group, cultural groups have all got the right to be represented also. If you have to protect themselves, you have to be represented. Then Article 25 gives us all freedom to profess, practice and propagate religion. So it also protects our right to be members of religious groups in order to protect our freedom of religion. അങ്ങനെ പല കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും നമ്മുടെ റൈറ്റ് ടു ഫോം ഗ്രൂപ്പ്സ് and therefore the right to be represented, of those groups to be represented. Otherwise, without representation we cannot survive. It's part of the constitution. അങ്ങനെ 15 social groups in a constitution recognize ചെയ്യുന്നുണ്ട്. For example, gender, descent, caste, language, script, culture, place of birth, residence, religion, scheduled caste, scheduled tribe, backward class, Anglo-Indian, citizen, minority, economically weaker section. ഇതൊക്കെ ഒരു 15 ഗ്രൂപ്പ്സിനെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിലേ ഈ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പോളിസീസ് ഇവരുടെ എതിരെ പോകാതെ ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിലും റെപ്രസെൻറ്റേഷൻ ഇസ് ക്രൂഷ്യൽ. ലാസ്റ്റ് പോയിന്റ്, ഇനി
19 minutes and 48 seconds ആയി. But last point I want to make is ഇതിൻ്റെ ലാർജർ കോണ്ടെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഇത് വലിയൊരു വിഷയമാകുന്നത്, എന്തുകൊണ്ടാണ് ഈ പല കമ്മ്യൂണിറ്റീസിൻ്റെയും ആക്യുറേറ്റ് ആയിട്ട് പോപ്പുലേഷൻ എടുക്കാതെ ആ പോപ്പുലേഷനെ സപ്രസ് ചെയ്യാണ്. ത്രൂ ദിസ് റോങ് മെത്തഡോളജി population of the communities that are weak and poor are being suppressed, and the population of dominant communities is being exaggerated. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1968 ഒരു എസ്റ്റിമേറ്റ് ഈ സാമ്പിൾ സർവേ വെച്ചിട്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്റിൽ കേരളത്തിൽ ഒരു സോഷ്യൽ സർവേ നടന്നു. അതിൽ മുസ്ലിംസിന് ഒരു ഫിഗർ കിട്ടി. മുസ്ലിം പോപ്പുലേഷൻ ത്രൂ സാമ്പിൾ സർവേ മുസ്ലിംസ് ആർ ലക്കി ബിക്കോസ് 71 അവരുടെ സെൻസസിലൂടെ 100% തലയെണ്ണയിലൂടെ സെൻസസിലൂടെ കേരള മുസ്ലിംസിന്റെ പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ സെൻസസിൽ വന്ന പോപ്പുലേഷൻ വാസ് ഹയർ ദാൻ ദ മുസ്ലിം പോപ്പുലേഷൻ എസ്റ്റിമേറ്റഡ് ത്രൂ ദ സർവേ. അപ്പൊ നമുക്ക് എവിഡൻസ് ഉണ്ട്, സർവേയും ഈ മറ്റ് മെത്തഡോളജീസ് ആർ സപ്രസിങ് ദ പോപ്പുലേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷനെ സപ്രസ് ചെയ്യുന്നത്? അതിന്റെ കാരണം ഇന്ത്യയിൽ ബേസിക്കലി ഇവിടെ നടക്കുന്നത് വലിയൊരു സ്ട്രഗിൾ ഫോർ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദ ഹിന്ദു സോഷ്യൽ ഓർഡർ, എസ്പെഷ്യലി ഇൻ ദ നോർത്ത് ഓഫ് ദ കൺട്രി. സൗത്ത് ഓഫ് ദ കൺട്രിയിൽ ഈ സ്ട്രഗിൾ ഫോർ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദി ഹിന്ദു സോഷ്യൽ ഓർഡർ, താങ്ക്സ് to Narayana Guru, from a theological, liturgical point of view, has made lot of progress. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അതിന് ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. നോർത്ത് ഇന്ത്യൻ ഹിന്ദു സൊസൈറ്റിയുടെ സോഷ്യൽ ഓർഡറിനെ ഡെമോക്രറ്റൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളാണ്. അതിന് ഏറ്റവും വലിയ ഒരു നാഷണൽ ലെവലിൽ നേതൃത്വം കൊടുത്തത് ബാബാ സാഹേബ് അംബേദ്കർ ആണ്, വിത്ത് ഹിസ് റൈറ്റിംഗ്സ് ഓൺ അനഹിലേഷൻ ഓഫ് കാസ്റ്റ്. And Narayana Guru has given a very deep and profound philosophical basis for democratizing the Hindu social order. Narayana Guru went to the extent of saying Hindu ennoru madame illallo in 1925 RSS ഉണ്ടാക്കുന്നതിന്റെ 11ാം ദിവസം ഗുരു പറഞ്ഞു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ. എന്നിട്ട് ഗുരു അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സ്ട്രഗിളിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഹിന്ദു കമ്മ്യൂണിറ്റീസിന്റെ ആക്യുറേറ്റ് പോപ്പുലേഷൻ പുറത്തു വന്ന് അവരുടെ കമ്മ്യൂണിറ്റീസിനെ അവർ സംരക്ഷിച്ചാൽ ഇവിടെ ഈ ഹിന്ദു സൊസൈറ്റിയുടെ ഡെമോക്രറ്റൈസേഷൻ ഒരുപാട് മുന്നോട്ട് പോകും. ഈ ഡെമോക്രറ്റൈസേഷൻ നടക്കാതെ ഇന്ത്യയിൽ ഡെമോക്രസി നിലനിൽക്കില്ല. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ പലരും സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ദി of all of our society according to the constitution values, and in particular the challenges all of Hindu society, but particularly North Indian Hindu society. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിൻ്റെ എതിരെ വലിയ ഇതിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ ഡേറ്റ തെറ്റായിരുന്നെങ്കിൽ അതിനെ നമുക്ക് കോടതിയിൽ ചാലഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ഡേറ്റയുടെ ബേസിസിലൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. പാർലമെന്റ് അധികാരമുണ്ട്, അത് നീട്ടണോ വേണ്ടോ എന്നുള്ള അധികാരം പാർലമെന്റിനുണ്ട്, നീട്ടില്ല. പക്ഷേ ആ ഡേറ്റ തെറ്റാണെങ്കിൽ നമുക്ക് അതിൻ്റെ എവിഡൻസ് കാണിച്ച് തീർച്ചയായിട്ടും കോടതിയിൽ പോയി ചാലഞ്ച് ചെയ്യാം ഡേറ്റ തെറ്റാണെന്ന്. ഇപ്പം ഞാൻ ഒരു മേജർ പോയിന്റ് ഞാൻ പറയാൻ ആൾക്കാർ മനസ്സിലാക്കാത്തത്, നമ്മൾ ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, നമ്മൾ സെൻസസ് എടുക്കണം എന്നുള്ള ഡിമാൻഡ് അല്ല. നമ്മളുടെ സമുദായങ്ങളുടെ ജനസംഖ്യ കണക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ അത് വ്യാജമായി എടുക്കുന്നു, കള്ളമായി എടുക്കുന്നു. അതിനെ സത്യമായി എടുക്കണം. കറക്റ്റ് ഡേറ്റ നമുക്ക് വേണം. അപ്പൊ ഈ വ്യാജ മെത്തഡോളജിയെ നിർത്തണം. ഉദാഹരണത്തിന് കേരള ഗവൺമെന്റ് ഒരു 10-100 സമുദായങ്ങളെ നിങ്ങളുടെ ജനസംഖ്യ കേരളത്തിന്റെ ജനസംഖ്യയെക്കാളും 2% കുറവാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ 3% കൊടുക്കുന്ന ഒരു കാറ്റഗറിയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ പക്ഷേ നിങ്ങളുടെ അവരുടെ ജനസംഖ്യ തലയെണ്ണലിലൂടെ അല്ല എടുക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ജനറൽ സ്റ്റേറ്റ് ഇൻക്രീസിന്റെയും സാമ്പിൾ സർവേയുടെയും ബേസിസിലാണ് അവരുടെ ജനസംഖ്യ എടുക്കുന്നത്. ഇപ്പം എഴുത്തച്ഛൻ സമുദായത്തിന് എടുക്കുക. ആക്ച്വലി എത്ര എഴുത്തച്ഛൻ സമുദായത്തിന്റെ ജനസംഖ്യ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവരോട് പറയാണ് നിങ്ങളുടെ ജനസംഖ്യ 2% കുറവാണ്. ആയിരിക്കാം, പക്ഷെ അത് പറയാൻ ഒരു ബേസിസ് ഇല്ല. അപ്പൊ വ്യാജ കണക്ക് വെച്ചിട്ട് ആൾക്കാരുടെ റിസർവേഷൻ എടുത്ത് കളയാണ്. ഞാൻ തന്നെ 2-3 ദിവസം മുമ്പ് സുപ്രീം കോർട്ടിൽ അപ്പിയർ ചെയ്തു. ഒരു ടോഡി ടാപ്പിംഗ് കമ്മ്യൂണിറ്റി ആന്ധ്രാപ്രദേശിൽ 10 വർഷമായിട്ട് അവർക്ക് റിസർവേഷൻ കിട്ടുന്നില്ല. കാരണം ആ ഡോക്യുമെന്റേഷനിൽ റീഓർഗനൈസേഷൻ ഓഫ് ആന്ധ്രാപ്രദേശ് വന്നപ്പോഴത്തേക്ക് തെലങ്കാനയിൽ കിട്ടുന്നില്ല. അപ്പൊ ആ ഡോക്യുമെന്റേഷനിൽ ചില ഒമിഷൻസ് വന്നു.
ആ ഡോക്യുമെന്റേഷൻ ഒമിഷൻസിന്റെ ബേസിസിന്റെ 10 വർഷമായിട്ട് ഒരു സമുദായത്തിന് യാതൊരു റിസർവേഷൻ കിട്ടുന്നില്ല. സെറ്റി ബലിജ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി. അപ്പോൾ പല വിധത്തിലും വ്യാജ മെത്തഡോളജി ഉപയോഗിച്ച് നമ്മളുടെ കിട്ടേണ്ട റൈറ്റ്സ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഡേറ്റ തെറ്റാണെങ്കിൽ നമ്മൾ ഡേറ്റ തെറ്റാണെന്ന് ആണ് പറയേണ്ടത്. ജനങ്ങളോട് പറയേണ്ടത് തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഡേറ്റ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കിട്ടേണ്ട ബെനിഫിറ്റ്സ് ഡിപ്രൈവ് ചെയ്യാണ്. സെൻസസിൽ കൂടെ നമ്മുടെ ജനസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അത് ആക്യുറേറ്റ് ആയിട്ട് കൃത്യമായി നമുക്ക് ജനസംഖ്യ കിട്ടാൻ നോക്കും. അതാണ് ഇഷ്യൂ. അല്ലാതെ ഈ സമുദായങ്ങളുടെ ജനസംഖ്യ എടുക്കണോ വേണ്ടോ എന്നുള്ളതല്ല ഇഷ്യൂ. അത് എടുക്കുന്നത് വ്യാജമായിട്ടാണ്. അത് സത്യസന്ധമായി എടുക്കണം, കൃത്യമായി എടുക്കണം എന്നാണ് നമ്മുടെ ഡിമാൻഡ്. അല്ലെങ്കിൽ ആരുടെ എടുക്കരുത്. ഇത് ചിലരുടെ ഒരു വിധത്തിലും മറ്റുള്ളവരുടെ മറ്റൊരു വിധത്തിലും എടുത്തിട്ട് നമ്മുടെ ജനസംഖ്യ കുറയ്ക്കുകയും അവരെ ജനസംഖ്യ കൂട്ടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു വലിയ ഇഷ്യൂ ആണ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും ഇതിൻ്റെ വിക്ടിമാണ്. അപ്പം തീർച്ചയായിട്ടും അതിനെ എനിക്കൊന്ന് ഈ ഡേറ്റയുടെ ബേസിസ് ഇല്ല. ഡേറ്റ തെറ്റാണെന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഡേറ്റ എടുക്കാൻ ഒരു ബേസിസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കുമെങ്കിൽ അത് കോടതി പറഞ്ഞിട്ട് പ്രാതിനിധ്യത്തിന്റെ ഇമ്പോർട്ടൻസും ഞാൻ സുപ്രീം കോടതിയിൽ കണ്ടു. അവിടെ ഞാൻ ഈ കേസ് ഫയൽ ചെയ്ത് അതിന് അഡ്മിഷന് വേണ്ടി അപ്പിയർ ചെയ്തത് ഒരു ജസ്റ്റിസ് ഗവായി എന്ന് പറഞ്ഞ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ജഡ്ജിന്റെ മുമ്പിലാണ്. അദ്ദേഹം നമ്പർ 3 ജഡ്ജാണ് സുപ്രീം കോർട്ടിൽ. ഇനി ഭാവിയിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ജഡ്ജാണ്. അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം നോട്ടീസ് ഇഷ്യൂ ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിയാം യാഥാർത്ഥ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ ഒരു മാർജിനലൈസ്ഡ് ടോഡി ടാപ്പിംഗ് കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ വേറെ ഒരു കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ബാക്കി ചിലർ വിചാരിക്കും ടോഡി ടാപ്പിങ്ങോ അവർ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരു ട്രേഡ് അല്ലേ, അവർക്ക് എന്താണ് മാർജിനലൈസേഷൻ, അവർക്ക് ദാരിദ്ര്യമൊന്നുമില്ല, അവർക്ക് വിവേചനമൊന്നുമില്ല എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു ഒരു മനുഷ്യൻ ആ ജഡ്ജ് കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് റിസർവേഷൻ കിട്ടും, നമുക്ക് ബെനിഫിറ്റ്സ് കുറെ കൂടെ കിട്ടാൻ കുറെ കൂടെ ഒരു ഫേവറബിൾ എൻവയൺമെന്റ്, ഒരു ജസ്റ്റ് എൻവയൺമെന്റ് നമുക്കുണ്ടാകും എന്ന് എൻ്റെ അനുഭവത്തിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ സെൻസസ് എടുക്കാൻ തലയെണ്ണൽ മാത്രമേ ഒരു റിലയബിൾ ഒരു മെത്തഡോളജി ഉള്ളൂ. അതാണ് സയന്റിഫിക് മെത്തേഡ്. അപ്പോൾ അതിൽ ഓരോ ഫേസസ് ഉണ്ട്. ഓരോ ഹൗസ് ഹോൾഡ് ഐഡന്റിഫൈ ചെയ്ത് പിന്നെ ഹൗസ് ഹോൾഡിൻ്റെ ഓരോ സമയത്ത് പോയി എന്യൂമറേറ്റ് ചെയ്യണം. ആ എന്യൂമറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ലോകത്തെല്ലായിടത്തും പോപ്പുലേഷൻ എന്യൂമറേറ്റ് ചെയ്യുന്നത് ഈ 100% ഹെഡ് കൗണ്ടിലൂടെയാണ്. അതാണ് മോസ്റ്റ് റിലയബിൾ മെത്തേഡ്. പിന്നെ ഈ ഏകാധിപത്യമുള്ള ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കാറില്ല. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ടർക്കിയിൽ ഫോർ എക്സാമ്പിൾ അവരെല്ലാം സാമ്പിൾ സർവേയിലും ഒക്കെ കൂടെയാണ് ചെയ്യുന്നത്. ഈ ആക്ച്വൽ 100% ഹെഡ് കൗണ്ട് ചെയ്യാറില്ല. പക്ഷേ ബാക്കി സ്ഥലങ്ങളിൽ നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തലയെണ്ണലിലൂടെ അല്ലാതെ എത്ര ആളുകളെ നമ്മളിപ്പം മരങ്ങളെ എണ്ണുന്നു, ആനകളെ എണ്ണുന്നു, കടുവകളെ എണ്ണുന്നു, പക്ഷെ ചില മനുഷ്യരെ നമ്മൾ എണ്ണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ജീവിച്ചിരിപ്പുണ്ടോ പോകുന്നു നമുക്കൊരു കൺസേൺ ഇല്ല. അവർ കുറഞ്ഞു പോയാലും ഇല്ലാതായാലും, കടുവ ഇല്ലാതായാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ ഓരോ കൊച്ചു സമുദായങ്ങൾ, വലിയ സമുദായങ്ങളും ഇല്ലാതായാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവരും വ്യക്തികളാണ്, മനുഷ്യരാണ്. അവരെ ഓരോരുത്തരെ എണ്ണണം, എണ്ണി എന്താണ് അവരുടെ സ്ഥിതി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു മിനിമം ഓബ്ലിഗേഷനാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത് സയന്റിഫിക് ആയിട്ടാണ് അത് ചെയ്യുന്നത്. സയന്റിഫിക് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഇലക്ട്രോണിക് ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. പക്ഷേ അത് അൺഅവോയ്ഡബിൾ ആണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു ആവറേജ് എല്ലാവർക്കും ആഹാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോരല്ലോ. ഓരോരുത്തർക്കും ആഹാരം കിട്ടിയിട്ടുണ്ടോ, വിശപ്പടങ്ങിയോ, കിട്ടേണ്ട ആഹാരം കിട്ടിയോ, മരുന്ന് കഴിച്ചോ എന്ന് അന്വേഷിച്ചേ പറ്റൂ. അത് ഒരു മനുഷ്യത്വമാണ്. അല്ലാതെ ഒരു ആവറേജ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ പോപ്പുലേഷൻ കൗണ്ട് എടുക്കുന്നത് ആവറേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ കോവിഡിന് ഒരു 10 പേര് വരുന്നു, കോവിഡ് ടെസ്റ്റിങ്ങിന് വരുന്നു, 3 പേരുടെ പനി എടുത്തിട്ട് ഒരു ആവറേജ് അവർ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും പനി ടെസ്റ്റ് ചെയ്യാതെ വിടാൻ ഒക്കുമോ? നമുക്ക് പറ്റില്ല. ഓരോരുത്തരുടെയും പനി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതാണ് ഒരു ഹ്യൂമൻ ബീങ്സിനെയാണ് നമ്മൾ എണ്ണുന്നത്. അല്ലാതെ
ഇനാനിമേറ്റ് ഓബ്ജക്ട്സിനെ അല്ല. താങ്ക് യു സർ. EWSനെ കുറിച്ച് ചോദിച്ചു. EWS വളരെ റഷ് ചെയ്ത് പോയി. പക്ഷെ അവിടെയാണ് നമുക്ക് ഈ കോടതിയുടെ ഒരു അഡ്വാൻറ്റേജ് കാണുന്നത്. എന്ന് വെച്ചാൽ പാർലമെന്റിൽ നമ്മുടെ MPsന് പോലും സർക്കാരിനെ അവിടെ എന്തുകൊണ്ട് EWS ഇങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് പറയിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്ത് കുറേ ദിവസം നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ന്യായം സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞു. അത് ന്യായമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 5-ൽ 2 ജഡ്ജിമാർ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ബാക്കി 3 ജഡ്ജിമാർ അപ്ഹോൾഡ് ചെയ്തു. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ആ ജഡ്ജിമാർ പോലും അവർ അപ്ഹോൾഡ് ചെയ്ത മെയിൻ ജഡ്ജ്മെന്റിൽ പോലും അവർ പറയുന്നു ഇത് കമ്പൽസറി അല്ല, ഇത് നടപ്പാക്കാൻ മാൻഡേറ്ററി അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വേണമെങ്കിൽ നടപ്പാക്കിയാൽ മതി, സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ നടപ്പാക്കിയാൽ മതി. അപ്പൊ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് EWS നിർത്തലാക്കണം. ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ EWS നിർത്തലാക്കും. ആ EWSലൂടെ ഈ പ്രാതിനിധ്യം, അമിത പ്രാതിനിധ്യമുള്ള സമുദായങ്ങൾക്ക് മാറ്റിവെക്കുന്ന സീറ്റുകൾ പ്രാതിനിധ്യമില്ലാത്ത സമുദായങ്ങൾക്ക് മടക്കി കൊടുക്കും എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ സെൻസസ് നടത്തിയില്ലെങ്കിൽ സെൻസസ് നടത്താത്തവർക്ക് വോട്ട് ചെയ്യരുത്. സെൻസസ് നടത്തണം, അത് പബ്ലിഷ് ചെയ്യണം. കോൺഗ്രസ് 2 വട്ടം ഇപ്പം സെൻസസ് നടത്തി. ഒരിക്കൽ 2011 നാഷണൽ ലെവലിലും അത് കഴിഞ്ഞിട്ട് കർണാടകത്തിലും. പക്ഷേ നാഷണൽ ലെവലിൽ അവർ അത് റിലീസ് ചെയ്തില്ല. കർണാടകത്തിലും ഇന്ന് വരെ റിലീസ് ചെയ്തിട്ടില്ല. ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ പറയാണ് റിലീസ് ചെയ്യണമെന്ന്, പക്ഷേ പാർട്ടി സമ്മതിക്കില്ല. അപ്പൊ ഇവര് ഇനി ചെയ്താലും റിലീസ് ചെയ്യുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, വ്യാജമായി ബാക്കിയുള്ള സമുദായങ്ങളുടെ ജനസംഖ്യ ഈ മെത്തഡോളജിയിലൂടെ, ഈ തലയെണ്ണലല്ലാത്ത മെത്തഡോളജിയിലൂടെ കുറയ്ക്കുകയും ഈ സവർണ സമുദായങ്ങളുടെ നമ്പർ കൂട്ടുകയും ചെയ്യുകയാണ്. അത് അവരെ നിർത്തലാകാൻ, അത് എക്സ്പോസ് ചെയ്യാനും നിർത്തലാക്കാനും അവർ തയ്യാറല്ല. അപ്പോൾ EWS എതിരെ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ആക്ഷനാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. നമ്മൾ വോട്ടിലൂടെ നിർത്തണം എന്നുള്ള ഒരു എക്സലന്റ് ക്വസ്റ്റ്യൻ സർ. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു യു. നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ആദ്യത്തെ വാക്കുകൾ നോക്കിയാൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ into a sovereign socialist secular democracy എന്നാണ് പറയുന്നത്. അല്ലാതെ we the people of India having constituted India into a sovereign socialist secular democracy എന്നല്ല പറയുന്നത്. we the people of India having resolved to constitute India. അപ്പോൾ ഇന്ത്യയെ ഒരു ഫ്യൂഡൽ ഒട്ടോക്രസി, ട്രാവൻകൂറിലാണെങ്കിൽ ട്രാവൻകൂർ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഹിന്ദു രാഷ്ട്രങ്ങളായ, മതരാഷ്ട്രങ്ങളായ, ഫ്യൂഡലായിട്ടുള്ള രാഷ്ട്രങ്ങളെ എല്ലാം കൂടെ ഒരു ഡെമോക്രസി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ഇപ്പോൾ വാസ്തവത്തിൽ ആ പാതയിൽ നമ്മൾ ഒരു 8 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. അമേരിക്കയിൽ 8-ാം നൂറ്റാണ്ടിലാണ് സിവിൽ വാർ ഉണ്ടായത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8-ാം നൂറ്റാണ്ടിലാണ് സിവിൽ വാർ ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 8-ാം നൂറ്റാണ്ടിലാണ്. അതേ സമയത്താണ് അവിടെ സിവിൽ വാർ ഉണ്ടായ അതേ സമയത്താണ്. അവിടെയും ജനാധിപത്യത്തിന്റെ എതിരെ ആണ് സൗത്തിലുള്ള 11 സ്റ്റേറ്റ്സ് സെസീഡ് ചെയ്തു, യുദ്ധം തുടങ്ങി. അവർക്ക് യുദ്ധം ചെയ്തിട്ടാണ് അവർ ജനാധിപത്യം നിലനിർത്തിയത്. ഇതുപോലെ 8 ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. നമ്മളും അതേ മോമെന്റിൽ നിൽക്കുകയാണ്. നമ്മുടെ ഈ ഭരണഘടന ഡെമോക്രസിയുടെ ഉള്ളൊരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് ജനാധിപത്യത്തിൻ്റെ എതിരെ വലിയൊരു റിയാക്ഷൻ വരികയാണ്. അതിൽ പെർട്ടിക്കുലർലി വരുന്നത് ഹിന്ദു സോഷ്യൽ ഓർഡറിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമാണ്. ഈ സമത്വം, സ്വാതന്ത്ര്യം, സ്വാഭിമാനം ഇതൊന്നും ഇന്ത്യൻ ഹിന്ദു സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ അല്ല എന്ന് വിശ്വസിക്കുന്ന കുറെ സവർണ കൺസർവേറ്റീവ് ആയിട്ടുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ ഇതിൻ്റെ എതിരെ ഫൈറ്റ് ചെയ്യാണ്.
അപ്പൊ അവരതുകൊണ്ട് ഈ ഡെമോക്രസിയും ഭരണഘടനയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ജനാധിപത്യം എന്ന് വെച്ചാൽ നമുക്ക് സ്വയം ഭരണം, സ്വരാജ്. ഈ റെപ്രസെന്റേഷൻ വെച്ചാൽ സ്വരാജ് ആണ്, സ്വരാജ്. എനിക്ക് ഭരിക്കണം, അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധി, എൻ്റെ റെപ്രസെന്റേറ്റീവ്, എന്നെ പോലത്തെ ഒരാൾ ഭരിക്കണം. അതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി, സ്വരാജ് ആണ്. അതിന് സംവരണം ഒരു ഉപകരണം മാത്രമാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതിനെ നമ്മുടെ ജനാധിപത്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന് സംവരണം ഒരു ഉപകരണമാണ്, സെൻസസ് ഒരു ഉപകരണമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് അധികാരത്തിന്റെ പങ്കാണ്. അത് പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെ നമുക്ക് കിട്ടുള്ളൂ. എല്ലാ സമുദായങ്ങൾക്കും അധികാരത്തിന്റെ പങ്ക് വേണം, പങ്കാളിയാകണം. അംബേദ്കർ പറഞ്ഞത് നമുക്ക് സംവരണം വേണം, നമുക്ക് സെൻസസ് വേണം എന്നല്ല അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞെന്താണ്? നമുക്ക് അധികാരം വേണമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അധസ്ഥിത വർഗങ്ങൾക്ക് അധികാരം വേണമെന്നാണ് പറഞ്ഞത്. സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാഭിമാനം വേണം, അപ്പോൾ സാഹോദര്യം വേണം, സ്നേഹം വേണം. ഇതൊക്കെയാണ് അംബേദ്കറും ഇവരെല്ലാവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഫൈറ്റ്, അത് നമ്മളെല്ലാവരെയും യുണൈറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം ഞങ്ങൾ തന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എല്ലാ സമുദായങ്ങളും ഒന്നിച്ചു നിന്ന് പ്രാതിനിധ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. ഇപ്പം മിസ്റ്റർ അലിയും ഡോക്ടർ നസീറും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതുപോലെ ലാറ്റിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, എല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റീസ് ഉള്ള ആൾക്കാർ, ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള ആൾക്കാർ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ്. എല്ലാ കമ്മ്യൂണിറ്റീസിനും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും ലെജിസ്ലേച്ചറിലും വേണം എന്നുള്ള ഡിമാൻഡാണ്. അതാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ, അതിന്റെ ഫൗണ്ടേഷൻ. അതിന് വേണ്ടിയുള്ള ഫൈറ്റ് ഇത്രയും നാളായിട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അപ്പൊ ഇതിനെ എങ്ങനെ അപ്രോച്ച് ഇതിന്റെ എതിരെയാണ് ഇവിടെ മതദ്വേഷം ഉണ്ടാക്കുന്നത്. ഈ മതദ്വേഷം ഉണ്ടാക്കി ഹിന്ദുസിനെ യുണൈറ്റ് ചെയ്ത് ജനാധിപത്യത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളുടെ റെസ്പോൺസ് എന്തായിരിക്കണം? നമ്മൾ എല്ലാ ജാതി മതഭേദമില്ലാതെ എല്ലാ കമ്മ്യൂണിറ്റീസ് ഒന്നിച്ചു നിന്ന് നമുക്ക് പ്രാതിനിധ്യ ജനാധിപത്യം വേണം. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ജനാധിപത്യത്തിന്റെ സ്ട്രഗിൾ ഒരു വിധത്തിൽ ഇന്നുള്ള പ്രതിസന്ധി നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ചുവടുകൾ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു റിയാക്ഷൻ വരുന്നത് ജനാധിപത്യത്തിനെതിരെ. ജനാധിപത്യം ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ ഇനിഷ്യൽ സക്സസ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ പ്ലസ് പ്രൈവറ്റ് സെക്ടർ, ഇതിലെല്ലാം നമുക്ക് പങ്കാളിത്തം വേണം. എല്ലാ കമ്മ്യൂണിറ്റീസിനും പങ്കാളിത്തം വേണം. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്നത് ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റീസിനാണ്. വലിയ കമ്മ്യൂണിറ്റീസിന് കുറച്ച് കുറഞ്ഞാലും ചെറിയ കമ്മ്യൂണിറ്റീസിനും ന്യൂനപക്ഷങ്ങൾക്കും ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അമേരിക്കൻ സുപ്രീം കോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 9 ജഡ്ജിമാരുണ്ട്. അവിടുത്തെ പ്രബല മെജോറിറ്റി കമ്മ്യൂണിറ്റിയായ വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രോട്ടസ്റ്റന്റ്, അതിൽ ജനിച്ച ഒരൊറ്റ ജഡ്ജ് പോലും ഇല്ല. മറിച്ച് ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ 34 ജഡ്ജസ് ഉണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം ഇവിടുത്തെ പ്രബല സവർണ കമ്മ്യൂണിറ്റീസ് ജനിച്ച ആൾക്കാരാണ്. അപ്പം നമ്മൾ പ്രാതിനിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ചെറിയ കമ്മ്യൂണിറ്റീസിനും ന്യൂനപക്ഷങ്ങൾക്കും ഏറ്റവും പ്രാതിനിധ്യം വേണം. ചെറിയ കമ്മ്യൂണിറ്റീസും ന്യൂനപക്ഷങ്ങളും ഒരു രാജ്യത്ത് സുരക്ഷിതരാണെങ്കിൽ ആ രാജ്യം രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും പഠിക്കുന്നത്.